ഹായ് ഫ്രണ്ട്സ്, ഞാനും സ്റ്റാർ ഉണ്ടാക്കി. ഇതുപോലൊരു സ്ക്വയർ പീസ് എടുത്ത് സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക, ഇങ്ങനെ ക്രോസ് ആയിട്ട്. അത് വീണ്ടും ഓപ്പൺ ചെയ്ത് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലായിട്ട് വരണം കേട്ടോ. ഇനി അടിഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എഗെയിൻ രണ്ട് സൈഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇതത്ര റിസ്ക് ഒന്നുമില്ല ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി സെൻറ്ററിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ഫോൾഡ് ചെയ്ത പോർഷൻസ് എഗെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. വീട്ടിൽ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരൂ. ഇനി ക്രിസ്മസിന് സ്റ്റാർ ആരും പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള ഒരു കോണർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനൊരു ഗ്യാപ്പുള്ള പീസാണ് നമുക്കിപ്പോൾ കിട്ടുക. അതുപോലെ 4 പീസ് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ കോൺ വേണ്ടവർക്ക് ഇനിയും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റാർ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി കട്ടിങ്സും ഹോൾസും ഒക്കെ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. അങ്ങനെ ഞാനിവിടെ 5 കോൺസിലും ജസ്റ്റ് പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കത്രിക യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാറിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് 5 കോണും തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഉള്ളിലേക്ക് മടങ്ങി നിൽക്കുന്ന പീസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ നമുക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ഗൈസ്, ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് 5 കോൺസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ക്രിസ്മസിന് ഷോപ്പിൽ നിന്ന് സ്റ്റാർ വാങ്ങിക്കുന്നില്ല. നമുക്കിഷ്ടമുള്ള സൈസിലും ഈ സ്റ്റാർ ഉണ്ടാക്കാം. പേജിൻ്റെ സൈസ് വലുതാക്കുന്നതിനനുസരിച്ച് സ്റ്റാറും വലുതാവും. ഈസിയാണ് ഗൈസ്. ഞാനിപ്പോൾ ചെറിയൊരു സ്റ്റാറാണ് ഉണ്ടാക്കുന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് പോർഷൻ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ 5 കോൺസും ഈക്വലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്റ്റാർ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും സ്റ്റാർ ഉണ്ടാക്കുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്